ആറന്മുളയിലേക്കാണ്. അവിടെ തത്സമയ ദൃശ്യങ്ങൾ വരുന്നു. CPM സ്ഥാനാർത്ഥി വീണ ജോർജ് അവിടെ പത്രിക സമർപ്പണത്തിന് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വിവിധ സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലായി പത്രികകൾ നൽകുന്ന സമയം കൂടിയാണ്. പത്രികാ സമർപ്പണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വീണ്ടും ആറന്മുളയെ പ്രതിനിധീകരിക്കാനായി ഒരുങ്ങുകയാണ് വീണ ജോർജ്. പത്രിക സമർപ്പിക്കാനായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ഷിജോ, പറഞ്ഞോളൂ, വീണ്ടും ആറന്മുളയിലേക്ക് CPM-നെ പ്രതിനിധീകരിക്കാൻ വീണ ജോർജ് തന്നെ എത്തുന്നു. പത്രികാ സമർപ്പണമാണല്ലേ? വീണ ജോർജ് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ പത്രിക സമർപ്പിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പത്തനംതിട്ട കളക്ടറേറ്റിലുള്ള വരണാധികാരിയുടെ ഓഫീസിലേക്ക് അല്പസമയം മുമ്പാണ് വീണ ജോർജ് എത്തിയത്. ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇത് മൂന്നാം തവണ. ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. എത്താൻ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും അവിടെ പാർട്ടി പ്രവർത്തകരും ഒക്കെ ഉണ്ട് കൂടെ, വീണ ജോർജിന്റെ കൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരണാധികാരിക്ക് മുന്നിലെത്തി അവിടെ പത്രികയിൽ ഒപ്പിട്ട് അത് സമർപ്പിക്കുക എന്നുള്ളതാണ്. വീണ്ടും ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, ആരൊക്കെയുണ്ട് വീണ ജോർജിനൊപ്പം അവിടെ? അതിന് ഇനിയിപ്പോൾ പത്രികാ സമർപ്പണത്തിന് ശേഷമുള്ള മറ്റ് പരിപാടികൾ എന്തൊക്കെയാണ് ഇന്ന്? പ്രജിൻ, എന്തായാലും വീണ ജോർജിന്റെ പത്രികാ സമർപ്പണത്തിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങൾക്ക് റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വോട്ടർമാരെ നേരിൽ കാണാനായിട്ട് പലയിടങ്ങളിലായിട്ട് വീണ ജോർജും പാർട്ടി പ്രവർത്തകരും ഒക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 തവണയും ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്ന് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ വീണ ജോർജിന് കഴിഞ്ഞിരുന്നു. അത് ആറന്മുളയിൽ ഒരു തരത്തിലും ഇടതു മുന്നണി ഉയർത്തില്ല എന്നുള്ള കാര്യത്തിൽ ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട് ഷിജോ. നമ്മളെത്താം. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പത്രികാ സമർപ്പണം നടക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആറന്മുളയിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വീണ ജോർജ് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. പത്രികാ സമർപ്പണത്തിന്റെ അവസാന മണിക്കൂറുകൾ കൂടിയാണ്. ആ സമയത്താണ് വീണ ജോർജ് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CPM പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് വീണ ജോർജ് പത്രിക സമർപ്പിക്കുന്നത്. തുടർച്ചയായി 3-ാം തവണയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനായി വീണ ജോർജ് ഒരുങ്ങുന്നത്. വലിയ മത്സരം ആറന്മുളയിൽ ഇത്തവണ നടക്കുന്നുണ്ട്. കോൺഗ്രസ് യുവരക്തത്തെ ഇറക്കിയാണ് ആറന്മുള പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കോൺഗ്രസിന് ആ നിലയിൽ ഒരു പാരമ്പര്യം കൂടിയുള്ള മണ്ഡലമാണ് ആറന്മുള. അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അതേസമയം മണ്ഡലം നിലനിർത്തുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഇടതു മുന്നണിക്കുണ്ട്. ഷിജോയിലേക്ക് പോകാം. ഷിജോ, പത്രികാ സമർപ്പണം പൂർത്തിയായെന്ന് തോന്നുന്നു അല്ലേ? അതെ, ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയായിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ ജോർജ് മണ്ഡലത്തിലുടനീളം പ്രചരണവുമായിട്ട് ഇറങ്ങിയത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ആറന്മുളയിൽ ഒരു തരത്തിലും ഇടതുമുന്നണി വിയർക്കില്ല, വലിയ ആത്മവിശ്വാസം ഇടതുമുന്നണിക്ക് ആറന്മുളയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വീണ ജോർജ് ഇക്കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴൊക്കെ തന്നെ പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ 2 തവണയും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ ജോർജിനെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരാൻ, നിയമസഭയിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നു. അത് ഇത്തവണയും വീണ ജോർജിനെ അവിടുത്തെ വോട്ടർമാർ കൈവിടില്ല എന്നുള്ള കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.